അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ടാബാണ് എക്സ്പ്രസ് ടൂൾസ്. ബ്ലോക്ക് ടാബിലെ എക്സ്പ്ലോർഡ് ആട്രിബ്യൂട്ട്സ് കമാൻഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ബ്ലോക്കിനെ എക്സ്പ്ലോർഡ് ചെയ്യാനും ആട്രിബ്യൂട്ടിനെ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനുമാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേയിൽ ഒരു ആട്രിബ്യൂട്ട് ബ്ലോക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് എക്സ്പ്ലോർഡ് ആട്രിബ്യൂട്ട്സ് കമാൻഡ് ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റിനെ എക്സ്പ്ലോർഡ് ചെയ്യാം. എക്സ്പ്ലോർഡ് ആട്രിബ്യൂട്ട് ടു ടെക്സ്റ്റ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. ബ്ലോക്കിനെ എക്സ്പ്ലോർഡ് ചെയ്യുവാനും അതുപോലെ തന്നെ ആട്രിബ്യൂട്ടിനെ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞു. എക്സ്പ്ലോർഡ് ആട്രിബ്യൂട്ട്സ് ടു ടെക്സ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ചതിനു ശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ അത് ഡിഫറൻറ്റ് സെലക്ഷൻ ആയിരിക്കും. ശ്രദ്ധിക്കുക, അടുത്തതായി പഠിക്കാൻ പോകുന്നത് ബ്ലോക്സ് പാനലിലെ റീപ്ലേസ് ബ്ലോക്ക് എന്ന കമാൻഡിനെ കുറിച്ചാണ്. ഡിസ്പ്ലേയിൽ 3 ടൈപ്സ് ഓഫ് ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് W1, W2 ആൻഡ് V. ബ്ലോക്ക് പാനലിലെ റീപ്ലേസ് ബ്ലോക്ക് എന്ന കമാൻഡിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. അതിനുവേണ്ടി റീപ്ലേസ് ബ്ലോക്ക് എന്ന കമാൻഡ് തിരഞ്ഞെടുക്കുക. ഒരു ബ്ലോക്ക് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ്. റീപ്ലേസ് ചെയ്യേണ്ട ബ്ലോക്കിനെ ഈ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഈ കാണുന്ന പിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റീപ്ലേസ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. റീപ്ലേസ് ചെയ്യേണ്ട ബ്ലോക്ക് ഈ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക. അതിനുശേഷം OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റീപ്ലേസ് ചെയ്തതിനു ശേഷം ഐറ്റം ഡിലീറ്റ് ചെയ്യുവാൻ Y എന്ന ലെറ്റർ ടൈപ്പ് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുക. എന്നാൽ റീപ്ലേസ് ചെയ്തതിനു ശേഷം ഐറ്റം ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ N എന്ന ലെറ്റർ ടൈപ്പ് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ W1 എന്ന ബ്ലോക്കിന് പകരം വെന്റിലേറ്റർ പ്ലേസ് ചെയ്യുവാൻ സാധിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് റീപ്ലേസ് ബ്ലോക്ക് എന്ന കമാൻഡിനെ കുറിച്ച് വ്യക്തമായല്ലോ. അടുത്തതായി ബ്ലോക്സ് പാനലിലെ ലിസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന കമാൻഡിനെ കുറിച്ച് പഠിക്കാം. റീപ്ലേസ് ബ്ലോക്ക് എന്ന കമാൻഡിന്റെ റൈറ്റ് അപ്പർ സൈഡിലാണ് ലിസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ബ്ലോക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെഫറൻസ് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന കമാൻഡാണിത്. ലിസ്റ്റ് ഓഫ് പ്രോപ്പർട്ടീസ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ബ്ലോക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഒരു XREF ഓർ ബ്ലോക്ക് നെസ്റ്റഡ് ഒബ്ജക്റ്റ് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ്. ക്ലോസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. ലിസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന കമാൻഡിന്റെ തൊട്ടു താഴെയായിട്ടാണ് ഇമ്പോർട്ട് ആട്രിബ്യൂട്ട്സ് ആൻഡ് എക്സ്പോർട്ട് ആട്രിബ്യൂട്ട്സ് എന്ന കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആട്രിബ്യൂട്ടിനെ ഇമ്പോർട്ട് ചെയ്യിക്കാനാണ് ഇമ്പോർട്ട് ആട്രിബ്യൂട്ട്സ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആട്രിബ്യൂട്ട്സിനെ എക്സ്പോർട്ട് ചെയ്യിക്കാനാണ് എക്സ്പോർട്ട് ആട്രിബ്യൂട്ട്സ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ബ്ലോക്ക് പാനലിലെ കൂടുതൽ കമാൻഡ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുക. കൺവെർട്ട് ബ്ലോക്ക് ടു XREF എന്ന കമാൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു സ്പെസിഫൈ ബ്ലോക്കിനെ XREF ആയി കൺവെർട്ട് ചെയ്യാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. കൺവെർട്ട് ബ്ലോക്ക് ടു XREF എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ബ്ലോക്ക് ടു XREF വിൻഡോ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ്. XREF ആയി റീപ്ലേസ് ചെയ്യിക്കേണ്ട ബ്ലോക്കിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ആൻ XREF ഫയൽ എന്ന വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. സേവ് ചെയ്ത ഒരു XREF ഫയൽ സെലക്ട് ചെയ്തതിനു ശേഷം ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ XREF ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ബ്ലോക്ക് പാനലിലെ അടുത്ത കമാൻഡിനെ കുറിച്ച് പഠിക്കാം. അടുത്ത കമാൻഡാണ് കോപ്പി നെസ്റ്റഡ് ഒബ്ജക്റ്റ്. നെസ്റ്റഡ് ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണിത്. കോപ്പി നെസ്റ്റഡ് ഒബ്ജക്റ്റ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെസ്റ്റഡ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക.
അടുത്തതായി ഒരു സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ അറേ കൊടുക്കാവുന്നതാണ്. അറേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഐറ്റം നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിലാണ് അറേ ഓപ്ഷൻ ഉപയോഗിച്ച് നെസ്റ്റഡ് ഒബ്ജക്റ്റ് കോപ്പി ചെയ്യുന്നത്. അറേ ഓപ്ഷൻ ഉപയോഗിക്കാതെ എങ്ങനെയാണ് നെസ്റ്റഡ് ഒബ്ജക്റ്റ് കോപ്പി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ബ്ലോക്ക് പാനലിലെ കോപ്പി നെസ്റ്റഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെസ്റ്റഡ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. കോപ്പി നെസ്റ്റഡ് ഒബ്ജക്റ്റ് എന്ന കമാൻഡിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇവ കൂടാതെ ബ്ലോക്ക് പാനലിൽ എക്സ്റ്റെൻഡ് ടു നെസ്റ്റഡ് ഒബ്ജക്റ്റ്, ട്രിം ടു നെസ്റ്റഡ് ഒബ്ജക്റ്റ് എന്നീ രണ്ട് കമാൻഡ്സുകളുണ്ട്. നെസ്റ്റഡ് ഒബ്ജക്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാണ് എക്സ്റ്റെൻഡ് ടു നെസ്റ്റഡ് ഒബ്ജക്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നെസ്റ്റഡ് ഒബ്ജക്റ്റിനെ ട്രിം ചെയ്യാനാണ് ട്രിം ടു നെസ്റ്റഡ് ഒബ്ജക്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബ്ലോക്ക് പാനലിനെ കുറിച്ച് മനസ്സിലായല്ലോ. പ്രധാനമായും നെസ്റ്റഡ് ഒബ്ജക്റ്റ് കമാൻഡുകൾ മൂന്ന് തരത്തിലാണുള്ളത്: കോപ്പി നെസ്റ്റഡ് ഒബ്ജക്റ്റ്, എക്സ്റ്റെൻഡ് ടു നെസ്റ്റഡ് ഒബ്ജക്റ്റ്, ട്രിം ടു നെസ്റ്റഡ് ഒബ്ജക്റ്റ്. അടുത്ത പാനലാണ് ടെക്സ്റ്റ് പാനൽ. ടെക്സ്റ്റ് പാനലിലെ ആർക്ക് അലൈൻഡ് എന്ന കമാൻഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആർക്ക് അലൈൻഡ് എന്ന കമാൻഡിനെ കുറിച്ച് പഠിക്കാൻ ആദ്യമായി ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുക. ആർക്കിന്റെ ഷോർട്ട് കീ എ എന്ന ലെറ്റർ ടൈപ്പ് ചെയ്ത് അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ആർക്ക് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആർക്ക് അലൈൻഡ് എന്ന കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആർക്ക് സെലക്ട് ചെയ്യുക. അനുയോജ്യമായ ഒരു ടെക്സ്റ്റ് ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആർക്ക് അലൈൻഡ് ടെക്സ്റ്റ് വർക്ക്ഷോപ്പ് വിൻഡോ ഡിസ്പ്ലേ ആയിരിക്കുകയാണ്. അനുയോജ്യമായ മോഡിഫിക്കേഷൻസ് നമുക്ക് ആർക്ക് അലൈൻഡ് ടെക്സ്റ്റ് വർക്ക്ഷോപ്പ് വിൻഡോ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് റിവേഴ്സ് ടെക്സ്റ്റ് റീഡിംഗ് ഓർഡറിലേക്ക് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ഡ്രാഗ് വിസാർഡ്. നമുക്ക് ടെക്സ്റ്റ് ഡ്രാഗ് വിസാർഡ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ഈ വിൻഡോയിൽ എൽ, ആർ, എഫ്, സി എന്ന സ്ക്വയർ ബോക്സുകൾ കണ്ടല്ലോ. ലെഫ്റ്റ് അലൈൻമെന്റിനാണ് എൽ എന്ന ബട്ടൺ ഉപയോഗിക്കുന്നത്. എന്നാൽ ആർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് അലൈൻമെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഫിറ്റ് അലോങ് ദ ആർക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആർക്ക് ലെങ്തിനനുസരിച്ച് ടെക്സ്റ്റ് ഫിറ്റ് ആകുന്നതാണ്. ആർക്കിനെ സെൻട്രലൈസ് ചെയ്ത് ടെക്സ്റ്റ് അലൈൻ ചെയ്യണമെങ്കിൽ സി എന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന രണ്ട് സ്ക്വയർ ബോക്സുകൾ ടെക്സ്റ്റ് പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നു. ആർക്കിന്റെ മുകളിലായിട്ടാണ് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓൺ കോൺവെക്സ് സൈഡ് എന്ന ഓപ്ഷനും, ആർക്കിന്റെ താഴെയായിട്ടാണ് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓൺ കോൺകേവ് സൈഡ് എന്ന ഓപ്ഷനും ഉപയോഗിക്കാം. ഈ കാണുന്ന രണ്ട് ഓപ്ഷനും ടെക്സ്റ്റ് ഡയറക്ഷനെ ഡിനോട്ട് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ടെക്സ്റ്റിന് കളർ നൽകണമെങ്കിൽ ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ കളർ നൽകാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റ് സ്റ്റൈലിന് തൊട്ടടുത്തുള്ള റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോണ്ട് ടൈപ്പ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അനുയോജ്യമായ രീതിയിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അനുയോജ്യമായ ഒരു ടെക്സ്റ്റ് ഹൈറ്റ് നൽകുക. അതിനുശേഷം വിഡ്ത് ഫാക്ടർ നൽകുക. ഓഫ്സെറ്റ് ഫ്രം ആർക്ക് എന്നെഴുതിയതിന്റെ തൊട്ടു നേരെയുള്ള റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് നമുക്ക് നൽകാൻ സാധിക്കുന്നു.
അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസും നൽകാൻ സാധിക്കുന്നു. അനുയോജ്യമായ വാല്യൂസ് നൽകിയതിനു ശേഷം OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആർക്ക് അലൈൻഡ് ടെക്സ്റ്റ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ടെക്സ്റ്റ് പാനലിലെ ടെക്സ്റ്റ് മോഡിഫിക്കേഷൻ കമാൻഡ്സുകളെ കുറിച്ച് പഠിക്കാം. അതിനായി ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. മെനു ബാറിലെ ഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുക. ഒരു സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം റൊട്ടേഷൻ ആംഗിൾ 0 എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. അനുയോജ്യമായ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. മൗസ് കഴ്സർ ഏതെങ്കിലും ഒരു പോർഷനിൽ കൊണ്ടുവച്ചതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ആദ്യത്തെ ടെക്സ്റ്റ് മോഡിഫിക്കേഷൻ കമാൻഡ്സിലേക്ക് പോകാം. മോഡിഫൈ ടെക്സ്റ്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പ്ലോഡ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ടെക്സ്റ്റ് എക്സ്പ്ലോഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ടെക്സ്റ്റ് മോഡിഫൈ കമാൻഡിലേക്ക് പോകാം. ചേഞ്ച് കേസ്. സെലക്ട് ചെയ്യുന്ന ടെക്സ്റ്റിന്റെ കേസ് ചേഞ്ച് ചെയ്യുന്നതിനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ചേഞ്ച് കേസ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ചേഞ്ച് ടെക്സ്റ്റ് കേസ് വിൻഡോ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ്. അനുയോജ്യമായ ഒരു കേസ് സെലക്ട് ചെയ്തതിനു ശേഷം OK ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്ത കേസിനനുസരിച്ച് ടെക്സ്റ്റ് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത മോഡിഫൈ ടെക്സ്റ്റ് കമാൻഡിലേക്ക് പോകാം. റൊട്ടേറ്റ്. ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കമാൻഡാണിത്. റൊട്ടേറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ന്യൂ ആബ്സല്യൂട്ട് റൊട്ടേഷൻ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിൽ 2 പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നത് വഴി ടെക്സ്റ്റ് റൊട്ടേഷൻ സാധ്യമാകുന്നു. അടുത്ത മോഡിഫൈ ടെക്സ്റ്റ് കമാൻഡിനെ കുറിച്ച് പഠിക്കാം. ഫിറ്റ്. സ്പെസിഫൈഡ് പോയിന്റ്സിന്റെ ഇടയിൽ ടെക്സ്റ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഈ കമാൻഡ് ഉപയോഗിക്കാം. ഫിറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഒരു എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഇങ്ങനെ ഫിറ്റ് കമാൻഡ് വഴി 2 പോയിന്റിന്റെ ഇടയിൽ ടെക്സ്റ്റ് ഫിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. അടുത്ത മോഡിഫൈ ടെക്സ്റ്റ് കമാൻഡിലേക്ക് പോകാം. ജസ്റ്റിഫൈ കമാൻഡ്. ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ജസ്റ്റിഫൈ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം അനുയോജ്യമായ ഒരു ജസ്റ്റിഫിക്കേഷൻ ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അടുത്തതാണ് ടെക്സ്റ്റ് പാനലിലെ കൺവെർട്ട് ടു ടെക്സ്റ്റ് എന്ന കമാൻഡ്. കൺവെർട്ട് ടു ടെക്സ്റ്റ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു സിംഗിൾ ലൈൻ ടെക്സ്റ്റിനെ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആക്കി കൺവെർട്ട് ചെയ്യുന്നതിനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. മൗസ് ഉപയോഗിച്ച് ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആയി കൺവെർട്ട് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ടെക്സ്റ്റ് പാനലിലെ ഓട്ടോ നമ്പർ എന്ന കമാൻഡ്. ഒരു സീക്വൻഷ്യൽ നമ്പറിംഗ് ടെക്സ്റ്റ് ഒബ്ജക്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നതിനാണ്
ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക് ടെക്സ്റ്റ് നമ്പറിംഗ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഇതിൽ നിന്നും ഒരു സോർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കീബോർഡ് ഉപയോഗിച്ച് ഒരു സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് നമ്പറും ഒരു ഇൻക്രിമെന്റ് നമ്പറും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഈ കാണുന്ന നമ്പർ പ്ലേസ്മെന്റ് ഓപ്ഷൻസിൽ നിന്നും അനുയോജ്യമായ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 2 എന്ന നമ്പർ ടെക്സ്റ്റ് ഒബ്ജക്റ്റിനോടുകൂടി ആഡ് ചെയ്തു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓട്ടോ നമ്പർ എന്ന കമാൻഡിനെ കുറിച്ച് മനസ്സിലായല്ലോ. ടെക്സ്റ്റ് പാനലിലെ അടുത്ത കമാൻഡാണ് എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ്. ടെക്സ്റ്റിന് ചുറ്റും റെക്ടാംഗിൾ, സർക്കിൾ, സ്ലോട്ട് എന്നിവ പ്ലേസ് ചെയ്യുന്നതിനാണ് എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഡിസ്റ്റൻസ് ഓഫ് സെറ്റ് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. നമുക്ക് 3 എൻക്ലോസ് ടെക്സ്റ്റ് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അനുയോജ്യമായ ഒരു എൻക്ലോസ് ടെക്സ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സർക്കിൾ കോൺസ്റ്റന്റ് ആയി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കോൺസ്റ്റന്റ് എന്ന ഓപ്ഷനും വേരിയബിൾ സൈസിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേരിയബിൾ എന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കാം. കോൺസ്റ്റന്റ് എന്ന ഓപ്ഷനാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ് എന്ന കമാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീണ്ടും എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. സ്ലോട്ട്സ്, റെക്ടാംഗിൾസ് എന്നീ ഓപ്ഷൻസിൽ നിന്നും ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കോൺസ്റ്റന്റ്, വേരിയബിൾ എന്നതിൽ നിന്നും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ രീതിയിലാണ് എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. വീണ്ടും സ്ലോട്ട് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. അതിനുവേണ്ടി എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഡിസ്റ്റൻസ് ഫാക്ടർ എന്റർ ചെയ്യുക. അതിനുശേഷം സ്ലോട്ടിൽ സെലക്ട് ചെയ്യുക. അനുയോജ്യമായ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം സ്ലോട്ടിന്റെ വിഡ്ത്, ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ് എന്ന കമാൻഡിലെ സ്ലോട്ട്, സർക്കിൾ, റെക്ടാംഗിൾ എന്നീ ഓപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത ടെക്സ്റ്റ് കമാൻഡിലേക്ക് പോകാം. ടെക്സ്റ്റ് പാനലിലെ മോർ കമാൻഡ്സുകൾ ലഭിക്കുന്നതിനു വേണ്ടി ഈ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുക. റിമോട്ട് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എഡിറ്റ് ചെയ്യുന്നതിനാണ് റിമോട്ട് ടെക്സ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് പാനലിലെ അടുത്ത കമാൻഡാണ് ടെക്സ്റ്റ് മാസ്ക്. സെലക്ട് ചെയ്യുന്ന ടെക്സ്റ്റിന്റെ പിന്നിലായി ഒരു മാസ്ക് പ്ലേസ് ചെയ്യുന്നതിനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് മാസ്ക് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം മൗസ് പോയിന്റർ ടെക്സ്റ്റിന്റെ മുകളിൽ വരുത്തിയാൽ ഒരു ടെക്സ്റ്റ് മാസ്ക് കാണാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റിന് ചുറ്റും ഒരു മാസ്ക് ക്രിയേഷൻ നടന്നിരിക്കുകയാണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നതോടുകൂടി മാസ്ക് സെലക്ഷൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റിന്റെ മാസ്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് പാനലിലെ അൺമാസ്ക് എന്ന കമാൻഡ് ഉപയോഗിക്കാം. ടെക്സ്റ്റ് പാനലിൽ പോവുക. അതിനുശേഷം അൺമാസ്ക് ടെക്സ്റ്റ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അൺമാസ്ക് എന്ന കമാൻഡ് ഉപയോഗിച്ചതിന് ശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ മാസ്ക് ഡിലീറ്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് മോഡിഫൈ പാനലിനെ കുറിച്ച് പഠിക്കാം. എക്സ്പ്രസ് ടൂൾസ് എന്ന ടാബിലെ മോഡിഫൈ പാനലിലാണ് മൂവ്, കോപ്പി, റൊട്ടേറ്റ്, സ്കെയിൽ എന്നീ ആക്ഷൻസുകൾ ഒരുമിച്ച് ചെയ്യുന്ന കമാൻഡ് ഉള്ളത്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മൂവ്, കോപ്പി, റൊട്ടേറ്റ്, സ്കെയിൽ എന്നിവ ചെയ്യാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഈ കമാൻഡിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. അതിനുവേണ്ടി ഒരു റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യുക. REC എന്ന ഷോർട്ട് കീ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക.
ഒരു ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഒരു സെക്കൻഡ് കോർണർ സ്പെസിഫൈ ചെയ്യുക. മൂവ്, കോപ്പി, റൊട്ടേറ്റ്, സ്കെയിൽ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. മൂവ്, കോപ്പി, റൊട്ടേറ്റ്, സ്കെയിൽ, ബേസ്, അൺഡു എന്നീ ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യമായി മൂവ് ഓപ്ഷൻ തെരഞ്ഞെടുക്കുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് സ്പെസിഫൈ ചെയ്യുക. ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും കോപ്പി ഓപ്ഷൻ ഉപയോഗിച്ച് ഒബ്ജക്റ്റ് കോപ്പി ചെയ്യുവാൻ സാധിക്കുന്നു. കോപ്പി ഓപ്ഷൻ തെരഞ്ഞെടുക്കുക. സെക്കൻഡ് പോയിന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. റൊട്ടേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഒരു സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ ആംഗിൾ കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. ഞാൻ കമാൻഡ് ലൈനിൽ 45 എന്ന റൊട്ടേഷൻ ആംഗിൾ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അനുയോജ്യമായ ഒരു സ്കെയിൽ ഫാക്ടർ ടൈപ്പ് ചെയ്യുക. 0.5 എന്ന സ്കെയിൽ ഫാക്ടർ ആണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. നമുക്ക് ഈ കമാൻഡിൽ നിന്നും എക്സിറ്റ് ആകണമെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയി മൂവ്, കോപ്പി, റൊട്ടേറ്റ്, സ്കെയിൽ ചെയ്യുന്നതിനാണ് മൂവ്, കോപ്പി, റൊട്ടേറ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. മോഡിഫൈ പാനലിലെ അടുത്ത കമാൻഡാണ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് സ്ട്രെച്ച്. മൾട്ടിപ്പിൾ സെലക്ഷൻ വിൻഡോസിന്റെ സഹായത്തോടുകൂടി ഒബ്ജക്റ്റിനെ സ്ട്രെച്ച് ചെയ്യുന്നതിനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് സ്ട്രെച്ച് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കമാൻഡ് ലൈനിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സ്പെസിഫൈ ചെയ്യുക. ഒരു കോർണർ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം അതർ കോർണർ സ്പെസിഫൈ ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിൽ ഒന്നിലധികം ഒബ്ജക്റ്റിനെ മൾട്ടിപ്പിൾ ആയി സ്ട്രെച്ച് ചെയ്യുവാൻ സാധിക്കുന്നു. അടുത്തതായി എക്സ്പ്രസ് ടൂൾസ് എന്ന ടാബിലെ ഡ്രോ പാനലിനെ കുറിച്ച് പരിചയപ്പെടാം. ഡ്രോ പാനലിലെ കമാൻഡാണ് ബ്രേക്ക് ലൈൻ സിംബൽ. ഒരു ബ്രേക്ക് ലൈൻ സിംബൽ ഇൻസർട്ട് ചെയ്യാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ലൈൻ സിംബൽ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ബ്രേക്ക് ലൈൻ സിംബലിന്റെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിലാണ് ബ്രേക്ക് ലൈൻ കമാൻഡ് ഉപയോഗിക്കേണ്ടത്. അനുയോജ്യമായ ഒരു സൈസിൽ നമുക്ക് ബ്രേക്ക് ലൈൻ സിംബൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി വീണ്ടും ബ്രേക്ക് ലൈൻ സിംബൽ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ബ്ലോക്ക്, സൈസ്, എക്സ്റ്റൻഷൻ എന്നീ 3 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. സൈസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ ഒരു ബ്രേക്ക് ലൈൻ സിംബൽ സൈസ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ബ്രേക്ക് സിംബൽ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുക. ഈ കാണുന്ന റെക്ടാംഗിൾ എക്സ്പ്ലോർഡ് ചെയ്യുക. അതിനുശേഷം ഈ ലൈൻ സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ബ്രേക്ക് ലൈൻ സിംബൽ കമാൻഡ് ഉപയോഗിച്ച് ഒരു ബ്രേക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇതോടുകൂടി ഓട്ടോകാഡിന്റെ 2D കമാൻഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ട്യൂട്ടോറിയൽ ഡിസ്കിന്റെ സഹായത്തോടുകൂടി ഓട്ടോകാഡ് 2D സെക്ഷനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയിലെത്താൻ സാധിച്ചില്ലേ? വളരെ എളുപ്പത്തിലും വേഗത്തിലും ഡ്രോയിംഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഓട്ടോകാഡ് എന്ന സോഫ്റ്റ്വെയർ വളരെ സഹായകരമാണ്.